ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ പോർച്ചുഗീസ് പരിശീലകനായ റൂബൻ അമോറിമിനെ പുറത്താക്കിയിരുന്നു. പിന്നീട് ഒരു സ്ഥിര പരിശീലകനെ യുണൈറ്റഡ് ഇതുവരെ നിയമിച്ചിട്ടില്ല. മികച്ച ഒരു പരിശീലകന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. സമീപകാലത്ത് ഒരുപാട് പരിശീലകരെ കൊണ്ടുവരികയും അവരെയെല്ലാം പുറത്താക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബ് കൂടിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇപ്പോഴിതാ ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊണ്ടുവരണം എന്നുള്ള ആവശ്യം യുണൈറ്റഡിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ്. അത്തരത്തിലുള്ള രണ്ട് അഭിപ്രായങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം അത് സാം അല്ലാർഡൈസ് എന്ന വ്യക്തി പറഞ്ഞതാണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പരിശീലകനാണ്, സീനിയർ പരിശീലകനാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നല്ല രൂപത്തിൽ പരിശീലിപ്പിക്കാൻ സാധിക്കുന്ന ഒരൊറ്റ പരിശീലകൻ മാത്രമാണ് ഫുട്ബോൾ ലോകത്തുള്ളത്. അദ്ദേഹം ഇപ്പോൾ ബ്രസീലിൻ്റെ പരിശീലകനാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എനിക്കറിയാം. തീർച്ചയായും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ഷണിച്ചാൽ അദ്ദേഹം അത് സ്വീകരിച്ചേക്കും. കാരണം ഈ രാജ്യത്തെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതാണ് പ്രശസ്ത ഇംഗ്ലീഷ് പരിശീലകനായ സാം അല്ലാർഡൈസ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം പ്രീമിയർ ലീഗ് ലെജൻഡായ അലൻ ഷീറർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഇതിഹാസത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ മികച്ച പരിശീലകർ ലഭ്യമായേക്കാം. കാർലോ ആഞ്ചലോട്ടി അവിടെയുണ്ട്. വേൾഡ് കപ്പിലെ ബ്രസീലിൻ്റെ പ്രകടനം അനുസരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാവിയും നിലകൊള്ളുന്നത്. അദ്ദേഹം യുണൈറ്റഡിന് അനുയോജ്യനായ ഒരു പരിശീലകനാണ്. ഇതാണ് ന്യൂകാസിൽ യുണൈറ്റഡ് ലെജൻഡ് കൂടിയായ അലൻ ഷീറർ പറഞ്ഞിട്ടുള്ളത്. അതായത് കാർലോ ആഞ്ചലോട്ടിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന ഒരു അഭിപ്രായം ഇപ്പോൾ പൊതുവിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിനകത്ത് തുടരാൻ തന്നെയാണ് സാധ്യത. വരുന്ന വേൾഡ് കപ്പിലെ റിസൾട്ട് എന്ത് തന്നെയായാലും കാർലോ ആഞ്ചലോട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ CBF ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വേൾഡ് കപ്പ് വരെ അഥവാ 2030 വരെ ഒരു ദീർഘകാല കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് നൽകാനുള്ള ഒരുക്കത്തിലാണ് CBF ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.